ജ്ഞാനായ സമുദായത്തിന്റെ നേതാക്കൾ സമുദായത്തിനൊരു മുതൽക്കൂട്ടാണ്. ഇവരെ കൊണ്ട് സമുദായം നയിക്കാനൊക്കൂ. ജ്ഞാനായ അസോസിയേഷന്റെ നേതാവും വൈദികരുടെ നേതാവുമായ അച്ഛന്റെ ഗുണഗണങ്ങൾ കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ചു പോകും. തറകുണ്ടകൾ പോലും ഇങ്ങനെയൊക്കെ കാണിക്കില്ല. ഇദ്ദേഹം എങ്ങനെ വൈദികനായെന്നാണ് പാവം സമുദായ വിശ്വാസികൾ ചോദിക്കുന്നത്. ഇദ്ദേഹം ക്രിസ്തീയ സാക്ഷ്യം നഷ്ടപ്പെടുത്തിയ പുരോഹിതനാണെന്ന് പറയാൻ നിർവാഹമില്ല. ഇദ്ദേഹം തന്റെ സ്വന്തം മകൻ മരിച്ചപ്പോൾ പിറ്റേ ദിവസം മരുമകളെയും മക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. തന്റെ സ്വന്തം മകന് കൊടുക്കേണ്ട അവകാശങ്ങളൊക്കെ ഇനിയും കൊടുക്കാതെ വെച്ചോണ്ടിരിക്കുകയാണെന്നാണ് കുടുംബക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. സ്വന്തം ജ്യേഷ്ഠനെ ഒറ്റപ്പെടുത്തി എന്നും മാറ്റി നിർത്തി. വള്ളംകൊളുത്ത് തന്റെ വസ്തുതർക്കത്തിൽ കുപ്പായം എടുത്തുടുത്ത് ആയുധവുമായി എതിരാളികൾക്കെതിരെ ഓടിയടുത്ത് വിവിധ ദൃശ്യമാധ്യമങ്ങളിൽ ലൈവായി കണ്ടതാണ്. ഇദ്ദേഹം ജ്ഞാനായ ഹൈപ്പവർ കമ്മിറ്റിയിൽ വെച്ച് കുപ്പായമില്ലാതെ തുണിയില്ലാതെ നിൽക്കുമെന്ന് പറഞ്ഞ ധീര പോരാളിയാണ്. ദോഷം പറയരുതല്ലോ. കല്യാണം, ശവസംസ്കാരം തുടങ്ങിയ പരിപാടികൾ കഴിയുമ്പോൾ എനിക്ക് പോണം, എൻ്റെ ജീവിതം തന്നേരെ എന്ന് പറഞ്ഞ് കൈനീട്ടി പ്രതിഫലം വാങ്ങുന്ന ആട്ടിടയനാണ്. ജീവിതത്തിൽ സാക്ഷ്യമില്ലാതെ, ആരോടും കടപ്പാടില്ലാതെ, കാശും പേരും മാത്രം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന വ്യക്തിയാണെന്നാണ് സമുദായക്കാർ ആണയിട്ട് പറയുന്നത്. അമേരിക്കക്കാരുടെ കയ്യിൽ നിന്ന് ഡോളർ ചോദിച്ചു വാങ്ങുന്നുവെന്നൊക്കെ വിരോധികൾ പറയുന്നുണ്ടെങ്കിലും അമേരിക്കക്കാർക്ക് അതൊരു പ്രശ്നമല്ല. അമേരിക്കയിൽ നടന്ന് പിരിവെടുത്തുവെന്നും അത് ബന്ധുക്കൾക്ക് നാണക്കേടായി എന്നും അവർ അദ്ദേഹത്തെ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വിളിച്ചുവെന്നുമൊക്കെ പരദൂഷണക്കാർ പറയുന്നതൊന്നും ജ്ഞാനായക്കാർ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതുപോലെയുള്ളവരെ ജ്ഞാനായ വലിയ മെത്രാനും സെക്രട്ടറി തോട്ടത്തിലും കൊണ്ടു നടക്കുന്നത് സൂക്ഷിച്ചു വേണമെന്നേ പറയുവാനുള്ളൂ.